അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം വിവിധ രാജ്യങ്ങളിൽ യുദ്ധവും അതുപോലെ തന്നെ അശാന്തി നിറഞ്ഞ അന്തരീക്ഷവും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. നമ്മൾ അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. അവിടെ യുദ്ധത്തിൽ കിടന്ന മനുഷ്യർ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന കാര്യം എന്താണ്? ലോകം അവസാനിക്കാനായിട്ടുണ്ട്, ലോകാവസാനത്തിൻ്റെ അടയാളമാണ്, ഒരാൾ വരാനുണ്ട്, ആൾ വന്നിട്ടാണ് ലോകത്തെ സംരക്ഷിക്കാൻ പോകുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് വിശ്വാസങ്ങൾ കുഞ്ഞുനാൾ മുതലേ നമ്മുടെ ഉള്ളിലുണ്ട്. വിശുദ്ധ ഖുർആനിൽ നമ്മളതിന് ആയത്തുകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ എവിടേക്കോ പല കഥകളിലും മറ്റു പല രേഖകളിലുമൊക്കെ ആയിട്ട് നമ്മൾ കണ്ട നമ്മളുടെ യഥാർത്ഥ പ്രമാണം വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിൽ അങ്ങനെ ഒരു കാര്യം ഇല്ലാത്തിടത്തോളം കാലം നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി കാത്തിരുന്നുകൊണ്ട് വീണ്ടും വീണ്ടും ഇതൊരു പ്രോത്സാഹനമായി മാറുകയാണ്. എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ബോംബെറിയും തോറും കൂടുതൽ യുദ്ധങ്ങൾ ഉണ്ടാകും തോറും ഒരു വ്യക്തി, അതായത് ഈ ലോകത്തിൻ്റെ സംരക്ഷകൻ വരാനുള്ള സമയമാകുകയാണ്. അപ്പോൾ കൂടുതൽ ബോംബെറിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ്, കൂടുതൽ യുദ്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മാനിഫെസ്റ്റേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തികച്ചും നമ്മൾ കുറേയൊക്കെ നമ്മളെ ബുദ്ധിയെ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും ആർക്കും കച്ചവടം ചെയ്യരുത്. നമ്മളെ ബുദ്ധി നമുക്കുള്ളതാണ്. അതിന് നമ്മൾ പടച്ചോൻ ഖുർആനിൽ പറയുന്നത്, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ? കാര്യം നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. അതായത് പടച്ച തമ്പുരാൻ നോക്കിയിരുന്നിട്ട് കുഞ്ഞു ചോര പിഞ്ചുങ്ങൾക്ക് എടുക്കുന്ന ഹോസ്പിറ്റലിലേക്കും സ്കൂളിലേക്കും ബോംബിട്ട് യുദ്ധം ഉണ്ടാക്കിയിട്ട് അവിടുത്തെ ചോര വീഴുന്നത് കണ്ടിട്ട് പടച്ചോൻ നോക്കിയിരിക്കുകയാണ്. എന്നിട്ടും പടച്ചോൻ ഇറങ്ങിയിട്ടില്ല. ഓരോ പ്രാവശ്യം യുദ്ധം നടക്കുമ്പോഴും പറയും, ഇതാ ഇപ്പം ഇറങ്ങുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ കഴിഞ്ഞ തലമുറയിൽ മരണപ്പെട്ടു പോയ ആളുകൾ പറയുന്നത് ഈ കാര്യം. അവർ പറഞ്ഞിരുന്നു, അവരുടെ മുന്നത്തെ തലമുറയിലുള്ളവർ പറഞ്ഞിരുന്നു എന്ന്. അപ്പം നമ്മൾ തികച്ചും യഥാർത്ഥ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളിൽ നമ്മളിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാതെ പോകും. നമ്മളെന്ത് ചെയ്യും? യുദ്ധത്തിന് വേണ്ടി കുറേ ഫുഡ് അവിടുന്ന് ഇവിടുന്നൊക്കെ സങ്കല്പിച്ച് കുറേ ഫണ്ടൊക്കെ സംഘടിപ്പിച്ച് നമ്മളെങ്ങനെയെങ്കിലും അവരിലേക്ക് എത്തിക്കും. ശരിക്കും അതല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ സമാധാനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കണം. നമ്മളുടെ മനുഷ്യരുടെ ഉള്ളിൽ വന്നിട്ടുള്ള അന്ധമായ പല വിശ്വാസങ്ങളുണ്ട്. യുദ്ധം വർദ്ധിക്കും തോറും എന്താണ് ലോകം അവസാനിക്കാൻ വേണ്ടിയിട്ടില്ലല്ലോ നമ്മളിവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. ലോകം അവസാനിക്കാൻ വേണ്ടി കുറച്ച് ആളുകൾ ഇവിടെ സൃഷ്ടിച്ചിട്ടൊക്കെയാണ് പടച്ചോൻ. എന്നിട്ട് ലോകം അവസാനിക്കാൻ അതിൻ്റെ അടയാളങ്ങൾ ഇങ്ങനെ ഇട്ടുകൊണ്ട് തന്നിരിക്കുകയാണെങ്കിൽ പടച്ചോന് എന്താ ബുദ്ധിയില്ലാത്ത സിസ്റ്റം ഒന്നുമല്ലല്ലോ. കോൺഷ്യസ് എനർജിയാണ് പടച്ചോൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കോൺഷ്യസ് എനർജിയാണ് പടച്ചതമ്പുരാൻ്റെ എനർജി. അതിൽ പൊട്ടത്തരങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്ത് വലിയ മഹാവെഡിത്താണ് നമ്മൾ പറയുന്നതെന്ന്. ചോര വീണെന്ന് കണ്ട് ആസ്വദിച്ചുകൊണ്ട് ആളിറക്കി വിടാത്ത ഭഗവാൻ. അത്രമാത്രം വെഡിത്തമാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളെ ചിന്തയെ നമ്മൾ അല്പമെങ്കിലും മാറ്റേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മളിത് ഒരു ഇതായിട്ട് പറയല്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഉള്ളത് ഇന്ത്യയിൽ നിന്നാണ്. എസ്പെഷ്യലി കേരളത്തിൽ നിന്ന് ഒരുപാട് പ്രവാസികളുണ്ട്. അപ്പോൾ അവർ ബോംബിടുന്നത് സാധാ മനുഷ്യരുടെ മേൽക്കല്ല, സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ഇടുന്നത്. എന്നിട്ട് ആ ഒരു ബോംബ് പോലും വീഴുന്നത് താങ്ങാനുള്ളൊരു ശക്തി നമുക്കില്ല. നമ്മൾ പേടിയാണ് നമുക്ക്. അവർക്കും താങ്ങാനുള്ള ശക്തിയില്ല, നമുക്കും. ഇങ്ങനെയുള്ള നമ്മളാണ് വലിയ സാധനങ്ങൾ പൊട്ടി പുറപ്പെടാണ്ട്, വലിയ ആൾക്കാരെ ഇറങ്ങി വരാണ്ട്. അപ്പോൾ നമ്മൾ എന്താവും? ഇപ്പോൾ നമ്മളുടെ വിറച്ചിൽ, അപ്പോൾ നമ്മൾ ചിലപ്പോൾ വിറച്ചിട്ട് അപ്പോൾ തന്നെ മരിച്ചിട്ടുണ്ടാവും. ഈ വരുന്ന സംഭവങ്ങളൊന്നും കാണാൻ നമ്മൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചിന്തിക്കുക. നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? കുറേ യുദ്ധത്തിൻ്റെ വാർത്തകൾ പടർത്തിയലല്ല നമ്മളെ ദൗത്യം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ലോകത്തിന് ഇനി ജനിക്കുന്നൊരു കുഞ്ഞിലേക്ക് ശാന്തിയുടെ അന്തരീക്ഷം, ഇത്തരം എന്താ പറയുക മാനിഫെസ്റ്റേഷൻ സ്റ്റോറീസ്, അതായത് ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള സാഹചര്യം ലോകത്തിൽ വരാനുണ്ട്.
അതിനെ കാത്തിരിക്കാൻ വേണ്ടി കുട്ടികളെ പഠിപ്പിക്കലല്ല നമ്മൾ ചെയ്യേണ്ടത്. ഈ ലോകത്ത് ഒരുപാട് സാധ്യതകളുള്ള ഈ ലോകത്ത് ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ഈ ലോകത്തിന് വേണ്ടി നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ മക്കളെ പഠിപ്പിക്കേണ്ടത്. അതല്ലാതെ ഈ വലിയൊരു സാധനം വരാണ്ട് അതിനെ നോക്കിയിരുന്നോ അപ്പോൾ അതിന് ഇപ്പുറത്ത് എന്താ ചോദിച്ചാൽ അപ്പുറത്ത് എന്താ ചോദിച്ചാൽ പറയാൻ കിട്ടണം. അപ്പോൾ ഈ സാധനം മാത്രം നമ്മളെ മൈൻഡിൽ, നമ്മളെ ബുദ്ധി വികസിക്കുന്നില്ല. നമുക്ക് ഒരുപാട് സാധ്യതകളുള്ള ഈ ലോകത്ത് നമുക്കൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. നമുക്ക് പേടിയാണ്. ഒരു യുദ്ധം വരുമ്പോൾ പേടിയാണ്. ഇനിയിപ്പോൾ ആൾ വരാനായ അപ്പം നമ്മുടെ കഴിവുകൾ നമുക്ക് മുന്നോട്ട് പറ്റണില്ല. നമുക്ക് എന്താ പറയുക, ലൈഫിൽ വലിയൊരു സ്റ്റക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ കുറച്ചൊക്കെ വിവേകത്തോടെ നമ്മൾ ചിന്തിക്കുക. നമ്മളെ തലച്ചോറ് നമ്മൾ ആർക്കും വിൽക്കരുത്. ബാക്കിയെല്ലാം കൊടുക്കുന്നത് പോലെയല്ല. പിന്നെ നമ്മൾ പരമവിഡ്ഢികളായി ജീവിക്കേണ്ടി വരും. ഞാനൊക്കെ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്, ഇതെന്തിങ്ങനെ ഇത്രയും കുറച്ച് ആളുകൾക്ക് വേണ്ടി മാത്രം ഒരു അവസാന നാളോ, ഇത്രയും കുറച്ച് ആളുകൾക്ക് വേണ്ടി കുറച്ച് നിയമം, ബാക്കിയുള്ള മനുഷ്യരൊന്നും ഇത് അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പോൾ അതെന്താ അങ്ങനെ? അപ്പോൾ നീതിമാനല്ലേ പഠിച്ചോന്? അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾക്ക് ബുദ്ധിയുള്ള മനുഷ്യനെ ചിന്തിച്ചുകൂടെ? പൈതം മക്കളുടെ ചോര വീഴുന്നത് കണ്ടിട്ട് ഇത്രയും വരാനുള്ള ആളുകളെ ഇറക്കി വിടാത്ത ദൈവം, അങ്ങനെ ഒരു ദൈവം ഈ ലോകത്തുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ തലച്ചോറ് നിങ്ങൾ പണയം വെച്ച് കഴിഞ്ഞു എന്നാണ് അർത്ഥം. അതുകൊണ്ട് നമ്മൾ അല്പമെങ്കിലും മാറി ചിന്തിക്കുക. വരും തലമുറയിലേക്കെങ്കിലും അന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതെ നമ്മൾ ബോധപൂർവം കാര്യങ്ങളെ ചിന്തിക്കുക. ഇതെങ്ങനെ നമുക്ക് ജസ്റ്റ് ചിന്തിക്കാമല്ലോ. ഒരു ദൈവം ഉണ്ടാവോ? ചോരവെറിയനായിട്ടുള്ളൊരു ദൈവം? ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരിക്കലും ഇല്ല. അള്ളാഹുവിനെക്കുറിച്ച് ഓരോ നമസ്കാരത്തിൽ നമ്മൾ പറയുന്നത് എന്താ? ബിസ്മില്ലാഹി റഹ്മാൻ പരമകാരുണികൻ കരുണാനിധി. ബോംബിട്ടണം നോക്കിയിരിക്കുക എന്ന് പറഞ്ഞത് രണ്ടും തമ്മിൽ വല്ല യോജിപ്പുണ്ടോ? ഒരിക്കലും ഇല്ല. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഇറാനിൽ ബോംബിട്ട് സ്കൂളിൽ പിഞ്ചു മക്കൾ, അവർ നിഷ്കളങ്കരായ മക്കളുടെ മേൽ ബോംബിട്ട. ഇതൊക്കെ ഭഗവാൻ കണ്ടിരിക്കും നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അതൊക്കെ മനുഷ്യന്മാരുടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ഉദിക്കുന്ന വൈരാഗ്യമാണ് ഈ ലോകത്തിലെ മറ്റ് എല്ലാ സിസ്റ്റത്തെയും ബാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ നല്ല വിത്തുകൾ മുളപ്പിക്കുക, നമ്മുടെ വരും തലമുറയിലേക്ക് ആ നല്ല വിത്തുകൾ പാവുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ. യുദ്ധത്തെ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുക, ലോകം അവസാനിക്കുന്നതിൻ്റെ അടയാളങ്ങൾ നോക്കിയിരിക്കലല്ല നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ആ ലോകം അവസാനിക്കുമ്പോഴത്തേന് എന്ത് ചെയ്യാൻ പറ്റും? ആസ് സൂൺ ആസ് പോസിബിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ നിമിഷത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നും പറയുന്നത് പോലെ തന്നെ ഒരുപാട് പാണ്ഡിത്യമുള്ള ആളുകൾക്ക് വീഡിയോസ് എല്ലാം ഈ ചാനലിൽ വരിക. സാധാരണ മനുഷ്യർ, തലച്ചോറ് അറിയാതെ വിൽപ്പനയ്ക്ക് വെച്ച മനുഷ്യരുണ്ട്. അവർക്ക് ചില യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ക്ലാരിറ്റി ടോക്സാണ് ഈ ചാനലിൽ വരിക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അല്പമെങ്കിലും നിങ്ങൾ ഈ ടോക്സ് കേട്ടിട്ടൊന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും, നിങ്ങളുടെ മാറ്റത്തിൻ്റെ തുടക്കമായിട്ടുണ്ട്. ലോകത്തിന് തന്നെ നമ്മളൊരാൾ മാറി ചിന്തിക്കുമ്പോൾ അത് ഈ ലോകത്തിൽ മൊത്തം വലിയൊരു ചേഞ്ച് കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരാൾ മാറി ചിന്തിച്ചാൽ ഈ ലോകത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാകും. ഇങ്ങനെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മൾ ആരും തകർക്കാനോ നമുക്ക് ആരോടും വിദ്വേഷമോ വെറുപ്പോ പരാതിയോ ഒന്നുമില്ല. പക്ഷേ പച്ചയായ മനുഷ്യരുണ്ട്. എന്താണ് സത്യമെന്നറിയാതെ എന്തിനൊക്കെയോ ഭയപ്പെട്ട് ജീവിക്കുന്ന പച്ചപ്പാവ മനുഷ്യരുണ്ട്. അവരൊരു ദിവസമെങ്കിലും സമാധാനമായിട്ട് കിടന്നുറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ചാനലിൽ ഓരോ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത്തരം പേടികളിലാണോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.